God bless you all of you. It's me, ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഇന്ന് വളരെ മനസ്സിന് പ്രയാസം നൽകുന്ന ഒരു ന്യൂസ് കാണാനിടയായി, കേൾക്കാനിടയായി. അത് മറ്റൊന്നുമല്ല, ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. കേരളത്തിൻ്റെ ദേശീയമായിട്ടുള്ള ഉത്സവമാണ് ഓണം. ഇതൊന്നും അറിയാതെ ചില അധ്യാപികമാർ, ചില ആളുകൾ, അധ്യാപികമാർ അവർ ഓണം സ്കൂളിൽ ആഘോഷിക്കുമ്പോൾ മുസ്ലിം കുട്ടികൾ ആഘോഷിക്കാൻ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന വർഗീയമായിട്ടുള്ള ചിന്താഗതികൾ വെച്ച് പ്രസ്താവന ഇറക്കുകയുണ്ടായി. അത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ വളരെ വേദനയായി. അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ആളുകൾക്കെതിരെ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ ഗവൺമെൻറ്റിനോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണമെന്ന്. നമുക്കറിയാം, നമ്മൾ ഭാരതത്തിൻ്റെ അഖണ്ഡതയും സംസ്കാരവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ജാതി മതം എന്ന് പറഞ്ഞാൽ വർഗീയത ഉണ്ടാക്കാനുള്ളതല്ല. എല്ലാം ദൈവത്തിലേക്കാണ് അർപ്പിക്കുന്നത്, ദൈവത്തിനെയാണ് വിളിക്കുന്നത്. എൻ്റെ വിനോദ് അമ്പലത്തിൽ പോകുമ്പോൾ ഞാനും മനോജും അവന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. എൻ്റെ മനോജ് പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ മനോജിൻ്റെ പള്ളിയുടെ ടൈം അനുസരിച്ചാണ് ഞങ്ങളുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്യാറുള്ളത്. ഞാൻ 5 നേരവും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്, കഴിയുന്നതും പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്രകളിൽ പോകുമ്പോൾ വിനോദും മനോജും വളരെ സന്തോഷത്തോടു കൂടി, യാതൊരു മടിയില്ലാതെ ഒരു ദിവസത്തിൽ 5 നേരം സന്തോഷത്തോടു കൂടി എനിക്ക് വേണ്ടി ഒരു കാത്തു നിൽക്കാറുണ്ട്. അങ്ങനെ ആവണം നമ്മൾ. നമുക്കറിയാം, ഓണം എന്ന് പറഞ്ഞാൽ അത് മഹാബലി തമ്പുരാൻ ഇവിടെ നാടുവാഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. കള്ളമില്ല, ചതിയില്ല, എള്ളോളമില്ല, പൊളിവചനം. കള്ളം എന്ന് പറഞ്ഞാൽ നുണയില്ല, ചതിയില്ല. ചതി എന്ന് പറഞ്ഞാൽ ചതിക്കുക സംഭവമൊന്നുമില്ല. എള്ളിൻ്റെ അത്ര പോലുമില്ല, പൊളിവചനം. അതായത് വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുകൊണ്ട് സംഭവമാണ്. ഓരോരുത്തരെ പറ്റി ഇല്ലാത്ത പറയുക. അങ്ങനെ പൊളിയായിട്ടുള്ള വചനങ്ങൾ അന്ന് എല്ലോളമില്ല. അത് ഒരു വർഷത്തിൽ ഒരു ദിവസങ്ങളിൽ ഓർക്കണ്ടേ? അതിനെതിരെ പ്രസ്താവന നടത്തുമ്പോൾ ഇവരൊക്കെ എന്താണ്? ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മൾ, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ. അല്ലാതെ പാകിസ്ഥാനിലിരുന്ന് വർഗീയത പ്രസ്താവന പറയുന്ന പോലെ ഭാരതത്തിലിരുന്നുകൊണ്ട് ദയവീത് ആരും പറയരുത്. കേരളത്തിൽ ഒരിക്കലും ഒരു വർഗീയത പറഞ്ഞു പരത്തുകയോ ചെയ്യരുത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഷിർക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിച്ചിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും. ദയവ് ചെയ്ത് നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചതിന് ശേഷമാണ് പിന്നെ പരലോകത്തേക്ക് പോകുന്നത്. അല്ലാണ്ട് ആദ്യം ഇപ്പോൾ ജീവിക്കുന്നത് പരലോകത്തല്ല. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് എല്ലാവരും പറയുമ്പോൾ വളരെ ഗൗരവമേറിയതാണ്. എൻ്റെ കടമ എന്താണ്? ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. എനിക്ക് സംസാരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഐക്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കടമയാണ്. അഖണ്ഡത അത് പാലിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. അപ്പോൾ ആ തരത്തിൽ എല്ലാ കടമയും കർത്തവ്യവും പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം തത്വമസിയുടെ അർത്ഥം. അത് നീയാണ്. എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ശബരിമലയിലേക്ക് മാല ഇടുമ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് 41 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് എല്ലാ ജാതി മതത്തിനെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് മല ചവിട്ടി അയ്യപ്പൻ്റെ അടുത്ത് എത്തുമ്പോൾ അയ്യപ്പൻ പറയുന്നത് ഇത് നീയാണ്, നീ ഇങ്ങനെ ആവണം. തത്വമസി എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക്, അതായത് നീ തന്നെയാണ്. നീ എല്ലാത്തിലെയും ആത്മാവും ബോധവും ഒരുപോലെ ഉൾക്കൊണ്ട്, അതാണ് ബ്രഹ്മം. ആത്മാവും ബോധവും ഒന്നാണ് എന്ന് പറയുന്നതാണ് അതിൻ്റെ മീനിങ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദൈവം. ഈ ലോകം മൊത്തം
ഒരേ ഒരു ബ്രഹ്മത്തിൽ നിന്നുള്ളതാണ്, ഒരേ ഒരു ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നതാണ് എൻ്റെ മീനിങ്. അങ്ങനെ എല്ലാ ഇതിലും നമ്മളെല്ലാത്തിലും ജാതിയും മതവും എന്തിനാണ് കൊണ്ടുവരുന്നത്? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ജാതിയിലും മതത്തിലും ഓരോരുത്തരും വിശ്വസിക്കുന്നു, ജനിച്ചു, അതിനനുസരിച്ച് ഓരോരുത്തരും വളർന്നു പോകുന്നു. ഓരോരുത്തരും അവരവർ ആഗ്രഹിച്ചിട്ടുള്ള മതത്തിലല്ല ജനിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഓരോരുത്തരും ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർ ഓരോരുത്തരും ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വത്തിന്, ഒരു പേഴ്സണാലിറ്റിക്ക് തികച്ചും ഇൻഡിവിജ്വലാണ്. ദൈവത്തിനെ വിളിക്കാനുള്ള ഓരോ രീതിയാണ് ഓരോ മതവും. അതിനങ്ങനെ തന്നെയല്ലേ കാണേണ്ടത്? അതിനെ വേർതിരിച്ച് എന്തുകൊണ്ടാണ് കാണുന്നത്? എല്ലാവരും ദൈവമേ എന്നാണ് വിളിക്കുന്നത്. പള്ളിയിൽ പോയാലും ദൈവമേ എന്നാണ് വിളിക്കുന്നത്, അമ്പലത്തിൽ പോയാലും ദൈവമേ എന്നാണ് വിളിക്കുന്നത്, ചർച്ചിൽ പോയാലും ദൈവമേ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനകൾ അതിൽ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് ഏത് തരത്തിലാണ് ചിന്തിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഓണം ഗംഭീരമായി ആഘോഷിക്കാനുള്ള, നമ്മുടെ കേരളത്തിൻ്റെ ദേശീയോത്സവമായി ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാ ജാതിയും മതവും സംരക്ഷിച്ചുകൊണ്ട് തന്നെ, എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട് എല്ലാം സംരക്ഷിക്കണമെന്നുള്ളത്. എല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ വിശ്വാസവും മറ്റുള്ളവരുടെ വിശ്വാസവും കൂടി നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് ഓണാശംസകളായിട്ട് പറയാനുള്ളത്, ഓണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇറ്റ്സ് മീ ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഗോഡ് ബ്ലസ് യു ഓൾ ഓഫ് യു.